ക്ലാസ്സിലെ ബയോളജിൻ്റെ ആദ്യത്തെ ചാപ്റ്ററായ ഒറ്റയല്ലൊരു ജീവിയുമുള്ള ഭാഗമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നമുക്കെല്ലാം വിശക്കുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട് അല്ലേ? നമ്മൾ കഴിക്കുന്ന ഈ ആഹാരമെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? മിക്കവാറും സസ്യങ്ങളിൽ നിന്നാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ ചെടികൾക്ക് ആര് ആഹാരം കൊടുക്കുമെന്ന്? ആരും കൊടുക്കേണ്ട, ചെടികൾ സ്വന്തമായിട്ടാണ് ആഹാരം ഉണ്ടാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് വിശദീകരിക്കാം. ഈ ചിത്രത്തിൽ ഒന്ന് ശ്രദ്ധിക്കൂ. ഒരു ചെടി ആഹാരം ഉണ്ടാക്കാൻ പ്രധാനമായും 4 കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഒന്നാമത്താണ് സൂര്യപ്രകാശം. സൂര്യപ്രകാശത്തിൽ നിന്ന് സസ്യങ്ങൾക്ക് എന്ത് കിട്ടും? ഊർജ്ജം ലഭിക്കും. രണ്ടാമതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അന്തരീക്ഷത്തിലുള്ള ഈ വാതകത്തെ ഇലകൾ ആഗിരണം ചെയ്യുന്നു. മൂന്നാമത്തതാണ് ജലം, വാട്ടർ. വേരുകൾ വഴി മണ്ണിൽ നിന്നും ചെടി വെള്ളം വലിച്ചെടുക്കുന്നു. പിന്നെ എന്തുണ്ട്? ഹരിതകം, ക്ലോറോഫിൽ. ഇലകൾക്ക് പച്ചനിറം നൽകുന്ന ഘടകമാണിത്. ഇതാണ് സൂര്യപ്രകാശത്തെ പിടിച്ചുവെക്കാൻ ചെടികളെ സഹായിക്കുന്നത്. സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ കാർബൺ ഡൈ ഓക്സൈഡും ജലവും ഉപയോഗിച്ച് ഇലകളിൽ വെച്ച് ആഹാരം നിർമ്മിക്കുന്ന ഈ അത്ഭുതകരമായ പ്രതിഭാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ ഫലമായി ചെടികൾക്ക് ആവശ്യമായ ആഹാരം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ നമുക്ക് ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ പുറത്തുവിടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ചെടികൾ നമ്മുടെ ജീവവായുവിന്റെ ഉറവിടമാണെന്ന് പറയുന്നത്. അപ്പോൾ കൂട്ടുകാരെ, ചെടികൾ സ്വന്തമായി ആഹാരം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. കാർബൺ ഡൈ ഓക്സൈഡും ജലവും സൂര്യപ്രകാശവും ഹരിതകം എന്നിവയാണ് ഇതിന് ആവശ്യമായിട്ടുള്ളത്.